നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ നോക്കാം. മൂലം നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയൊക്കെ ലഭിക്കുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവാണ് ദേവത. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണാദി പ്രസാദാദി ഗുണഫലങ്ങളാണ്. മുതിർന്ന ജനങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഗുരുജനങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദികൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മൂലം നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മൂലം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വലിയ ധനവും ബഹുമാന്യ സ്ഥാനവും ഉള്ളവരും എവിടെയും ഒരു നേതൃത്വ സ്വഭാവമുള്ളവരുമാണ്. സ്ഥിരമായ സൗഖ്യവും ഐശ്വര്യവും ഉള്ളവരും സ്വാതന്ത്ര്യശീലരും. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ അല്പസുഖത്തോടു കൂടിയവരും രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വിഷമിക്കുകയും ബന്ധുഗുണം കുറഞ്ഞും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമാകാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം വ്യാഴം 7ഉം 8ഉം ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുക. ശനി 4ലും രാഹു 3ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ കുടുംബപരമായി സാമ്പത്തിക ആവശ്യങ്ങൾ വർദ്ധിക്കുകയും വ്യാപാര വ്യവസായ മേഖലകളിൽ ക്രമാതീതമായിട്ടുള്ള ഉയർച്ചയും വർഷാവസാനം വിപരീത ഫലങ്ങളും കാണപ്പെട്ടേക്കാം. 3-4 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം 23 വയസ്സുവരെയുള്ളവരെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസത്തിലുള്ള മന്ദതയൊക്കെ നീങ്ങിക്കിട്ടുന്നതാണ്. 23 വയസ്സ് മുതൽ 26 വയസ്സുവരെയുള്ളവർക്ക് അലച്ചിലും എന്നാൽ കാര്യപ്രാപ്തിയും ലഭിക്കുന്നതാണ്. 29 മുതൽ 39 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം സമാധാനവും സന്തോഷവും നിറഞ്ഞ വർഷമായിരിക്കും. 39 വയസ്സ് മുതൽ 46 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ധൈര്യസമേതം പല കാര്യങ്ങളിലും ഇടപെട്ട് വിജയിക്കാൻ കഴിയുന്നതാണ്. 46 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. 64-ന് മുകളിലുള്ളവരെ സംബന്ധിച്ച് കുടുംബ സൗഖ്യവും സുഖവും കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. മൂലം നക്ഷത്രക്കാർക്ക് വ്യാഴം 7ലും 8ലും ആയിട്ടാണ് സഞ്ചരിക്കുക എന്ന് പറഞ്ഞു. ശനി 4ലും രാഹു 3ലും സ്ഥിതി ചെയ്യാൽ ഈ വർഷം പലതരം നേട്ടങ്ങൾ വന്നെത്തുന്നതാണ്. പ്രവർത്തന മേഖല വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. പൊതുരംഗത്ത് സക്രിയമാകാനും ആദരം നേടാനും അവസരം ലഭിക്കുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് നാട്ടിലും വിദേശത്തും അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ഭൂമിയിൽ നിന്നും കൃഷി, വാടക ഇത്യാദി കാര്യങ്ങളിലൂടെയൊക്കെ ആദായങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂട്ടു ബിസിനസ്സുകളിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഉപജാതം, ദുഷ്പ്രേരണകൾ എന്നിവ തുഷ്ടീകരിച്ചുകൊണ്ട് മുന്നേറേണ്ടതായിട്ടുണ്ട്. പുതിയ വീട് വെക്കാൻ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. 4ലെ കണ്ടകശനി കാലതാമസം സൃഷ്ടിക്കുന്നതാണ്. പഴയ വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. പ്രണയാനുഭവം ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. അവിവാഹിതരായിട്ടുള്ളവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കാൻ 7ാം ഭാവത്തിലെ വ്യാഴം വഴിയൊരുക്കിയേക്കാം. 3ാം ഭാവത്തിലെ രാഹു കടബാധ്യതകൾ പരിഹരിക്കാനുള്ള സാഹചര്യങ്ങളും രൂപപ്പെടുത്തുന്നതാണ്.